കർത്താവിന്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അവിടെയും ഇവിടെയുമായി പരിപാലിക്കുന്ന സ്നേഹത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരും സൗഖ്യത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കരുതുന്നു. എന്നാൽ രാജുബ്രദറിന്റെ കുഞ്ഞുങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങളോടെ ആയിരിക്കുന്നു എന്നറിയുന്നൊരു പ്രയാസമുണ്ട്. പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് സൗഖ്യവും ആശ്വാസവും നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. സഭയായി ദൈവം നമ്മെ പരിപാലിക്കുന്ന വലിയ കൃപയെ ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവവചന പഠനത്തിനായിട്ട് ചുരുക്കം പേർക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വേദപുസ്തക പഠനമാണെന്ന്. പാട്ടിനേക്കാൾ, ആരാധനയേക്കാൾ, പ്രൈസ് ദി ലോർഡ്, പ്രസംഗത്തെക്കാൾ, പ്രവചനത്തെക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവവചന പഠനമാണ് എന്ന് ഞാൻ മിക്കവാറും പറയാറുള്ളത് പോലെ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, പൊതുവിൽ കാണുന്നതായ ഒരു ദോഷമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണോ അതിനോട് നമ്മൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാളായാലും രണ്ടുപേരായാലും പഠിപ്പിക്കുന്ന വിഷയം ആത്മാർത്ഥമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് കരണീയം. അത് വിശ്വസ്തയോടെ എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിലും കഴിവിൻ്റെ പരിധിക്കുള്ളിലും നിന്ന് എടുക്കുന്നതായ വിഷയത്തോട് ആത്മാർത്ഥത കാണിച്ച് അത് പ്രൈസ് ദി ലോർഡ് മനസ്സിലാകേണ്ടതിൻ്റെ പരമാവധി മനസ്സിലാക്കാൻ സാധിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയോടെയാണ് ഞാൻ മിക്കവാറും ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ജാതികളുടെ ന്യായവിധിക്കായിട്ട് കർത്താവ് സിംഹാസനം വെക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ 7 ന്യായാസനങ്ങളുണ്ട്. അതേക്കുറിച്ച് കേൾക്കണമെന്ന താല്പര്യമുള്ളവർ എനിക്കൊരു മെസ്സേജ് ഇടണം. എന്നാൽ ആ വിഷയം ഞാൻ വീണ്ടും എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഭാഗ്യവശാലാണോ നിർഭാഗ്യവശാലാണോ ഒരാൾ മാത്രമാണ് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇടുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് മറ്റാർക്കും അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പിന്നെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് കേട്ടിരിക്കാം എന്നുള്ളതായ ആ ലാഘവത്തോടെയാണോ എന്ന് ഞാൻ സംശയിക്കുവാനിടയായി. ഏതായാലും പ്രൈസ് ദി ലോർഡ്, ഒരാളാണെങ്കിൽ പോലും കേൾക്കുവാൻ താല്പര്യമാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ 14-ാമത്തെ വിഷയം അത് ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ന്യായവിധി, കർത്താവിന്റെ ന്യായാസനങ്ങൾ എന്നുള്ളതായ ആ വിഷയം നമുക്ക് ചിന്തിക്കാം. ആ 7 ന്യായാസനങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ കുറ്റങ്ങൾ, എന്തൊക്കെയാണ് അവിടുത്തെ കക്ഷികൾ എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സമയമെടുക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ പറയുവാൻ ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ. കേൾക്കുവാൻ എത്രത്തോളം ആൾക്കാരുണ്ടാകുമോ അത്രത്തോളം ആഴങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറക്കും. ഞാൻ ഇറങ്ങുന്നതല്ല, ദൈവാത്മാവ് ഇറക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മുടെ ബെർക്കർ സെന്ററിന്റെ മെയിൻ ചർച്ചിൽ ശുശ്രൂഷിപ്പാനായി കർത്താവ് കൃപ നൽകി. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷിച്ചതിനേക്കാൾ ആത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. കേൾക്കുവാൻ ജനം താല്പര്യം കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായ
വ്യക്തിയുടെ ഉള്ളിൽ തന്റെ ദൂത് നൽകുവാനായിട്ടിടയാകും. ഇതാണ് ദൈവവചന ദൈവവചന ഘോഷണത്തിന്റെ ഏറ്റവും മാർമികമായ വിഷയം. പ്രസംഗകനെ പ്രശംസിച്ചിട്ടോ പ്രസംഗകനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാർത്ഥമായി കേൾക്കുവാൻ ആഗ്രഹമുള്ളതായ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിശ്ചയമായും നാം വിചാരിക്കാത്തതായ തലങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വചനത്തിൽ കൂടെ കൊണ്ടുപോകുവാനായിട്ടിടയാകും. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതായ വിഷയം എന്ന് പറയുന്നത്, ജാതികളുടെ ന്യായവിധി കഴിഞ്ഞതിന് ശേഷം 1000 വർഷം കർത്താവ് ഭൂമിയെ ഭരിക്കുമ്പോൾ പ്രപഞ്ചത്തിനും ഭൂമിക്കും ജന്തുലോകത്തിനും എന്തെല്ലാം മാറ്റമാണ് വരുന്നത് എന്ന് ചുരുക്കമായി ചിന്തിപ്പാനായിട്ടിടയായി. സൗരയുധത്തിന് മാറ്റം വരും എന്ന് നമ്മൾ ചിന്തിച്ചു. അതിന്റെ ഭ്രമണപഥത്തിന് വ്യത്യാസം വരും. ഭൂമിയുമായിട്ടുള്ളതായ അകലത്തിന് വ്യത്യാസം വരും. നക്ഷത്രമണ്ഡലങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നക്ഷത്രമണ്ഡലങ്ങളുടെ ചലനത്തിനും അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടതായ പ്രപഞ്ചത്തിന്റെ വിഷയങ്ങൾക്ക് ആഴമായ മാറ്റം സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. ജന്തുലോകത്തിലേക്ക് വരുമ്പോ ജന്തുലോകത്തിന് വളരെ പോസിറ്റീവായിരിക്കുന്നതായ രീതിയിൽ മാറ്റം വരുമെന്ന് നമ്മൾ ചിന്തിച്ചു. സ്വഭാവത്തിന് വ്യത്യാസം വരും, ആഹാര രീതിക്ക് വ്യത്യാസം വരും. അങ്ങനെ ജന്തുലോകത്തിന് ഇന്നുള്ളതായ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ജന്തുലോകത്തിന് വരുമെന്ന് ചിന്തിച്ചു. അതുപോലെ തന്നെ സസ്യലോകത്തിനും വരുമെന്ന് ചിന്തിച്ചു. മുള്ളും പുറക്കാരെയും എല്ലാം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ഏതൊരു സസ്യവും ഏതൻ തോട്ടത്തിൽ അതതിന്റെ ഫലം കായ്ക്കുവാൻ ദൈവം തോട്ടത്തിൽ വൃക്ഷങ്ങൾ നട്ടു എന്ന് വായിക്കുന്നത് പോലെ ഓരോ വൃക്ഷവും അതതിന്റെ ഫലം മാക്സിമം ഈൽഡ് നൽകി ഫലം കൊടുക്കുവാനായിട്ടിടയാകും. അതുകൊണ്ട് തന്നെ കാർഷിക വിളകളുടെ വളരെ വലിയ വർധനവ് ഉണ്ടാകും. കാരണം ജന്തുലോകം മുഴുവനും മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുലോകം മുഴുവനും സസ്യ പൂക്കുകളായി മാറ്റപ്പെടും. സസ്യ ആഹാരം മാത്രമേ കഴിക്കുവാനുള്ളതായ കപ്പാസിറ്റി കാണുകയുള്ളൂ. മാംസ്യാഹാരം കഴിക്കുവാനുള്ളതായ ആഗ്രഹമോ അങ്ങനെയുള്ളതായ ദേഹപ്രകൃതിയോ സ്വഭാവമോ ഒരു ജന്തുക്കളുടെ മേലും ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി. അതുകൊണ്ട് തന്നെ സഹസ്രാബ്ദ വാഴ്ചയിൽ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും സമാധാനത്താൽ, ദൈവത്തിന്റെ സമാധാനത്താൽ നിറഞ്ഞിരിക്കുമെന്നുള്ളതായ വേദഭാഗവും യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുവാനായിട്ടിടയായി. അവിടെ വെച്ച് നമ്മൾ ക്ലാസ് നിർത്തുകയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനിയും നമ്മെ സംബന്ധിക്കുന്നതായ അഥവാ ദൈവജനത്തെ സംബന്ധിക്കുന്നതായ വിഷയങ്ങൾ സഹസ്രാബ്ദ വാഴ്ചയിൽ ഉണ്ടാകും. അതും കൂടെ ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷമേ ആ സഹസ്രാബ്ദ വാഴ്ചയുടെ ചുരുക്കം എന്താണെന്ന് നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും. നാം അറിയുന്നത് പോലെ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് മില്ലീനിയം റെയിനാണ്. മില്ലീനിയം എന്ന് പറയുന്നത് 1000 വർഷം. ഈ 1000 വർഷത്തെ ഭരണം ആരംഭിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതായ മനുഷ്യരാരൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾക്കറിയാം എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മളിത് നേരത്തെ പറഞ്ഞു പോയതായ വിഷയമായതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും ഒന്നും കൂടെ കൊണ്ടുവരാം. സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ ഭൂമിയിൽ ഉള്ളതായ മനുഷ്യരാര് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സിംഹാസനത്തിലിരുന്ന് ഭൂമിയുടെ മഹാരാജാവായി, രാജാതിരാജാവായി, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായി ഭൂമിയിൽ ഏക രാജ്യത്വം സ്ഥാപിക്കുന്നതായ മഹാരാജാവായി തന്റെ സിംഹാസനം യെരുശലേമിൽ വെച്ച് അക്ഷരീകമായി ഭൂമിയെ ഭരിക്കുവാൻ ആരംഭിക്കുകയാണ്. ഒന്നാമത് കർത്താവായ യേശുക്രിസ്തു. രണ്ടാമത് കർത്താവിനോടുകൂടെ ഒലിവുമലയിലേക്ക് വന്നതായ
പുതിയ നിയമവിശ്വാസികൾ, അതായത് കർത്താവിന്റെ മണവാട്ടി സഭയായ നാം ആരായിരിക്കും? നാം മാനുഷികമായ ഇപ്പോഴുള്ളതായ ശരീരത്തോടു കൂടി ആയിരിക്കുകയില്ല. രൂപാന്തരപ്പെട്ട സ്വർഗീയ ശരീരസ്ഥരായിട്ടാണ് നാം സ്വർഗത്തിൽ നിന്ന് കർത്താവിനോടുകൂടെ അധികാരത്തോടുകൂടെ എന്ത് ചെയ്യുന്നത്? ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നതും അവിടെ നിന്ന് കർത്താവിനോടുകൂടെ യെരുശലേമിലേക്ക് നാം പോകുന്നതും. അപ്പൊ രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായ കൂട്ടമാരെന്ന് ചോദിച്ചാൽ, കർത്താവ് തന്റെ കാഹള ശബ്ദത്തിങ്കൽ ഭൂമിയിൽ നിന്ന് വേർതിരിച്ചതായ പുതിയ നിയമ സഭ, അല്ലെങ്കിൽ കർത്താവിന്റെ കാന്തയായ മണവാട്ടിയാണ് രണ്ടാമത്തെ കൂട്ടം. മൂന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ 7 വർഷത്തെ മഹാപീഡന കാലത്തിൽ നിന്ന് അക്ഷരീകമായി സർവൈവ് ചെയ്തു വന്ന യഹൂദന്മാരായ സകല ആൾക്കാരും ആ സിംഹാസനത്തിന്റെ അടുക്കൽ കാണും. കർത്താവിനെ ഒലിവുമലയിലേക്ക് കർത്താവ് ഇറങ്ങി വരുമ്പോ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച കർത്താവായ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ഉള്ളതായ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടതായ യഹൂദ ജാതി അടുത്ത് കാണും. അപ്പൊ ഞാൻ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. നാലാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ആ സിംഹാസനത്തിന്റെ മുമ്പിൽ ജാതികളുടെ ന്യായവിധി നടക്കുമ്പോൾ വലതുവശത്തേക്ക് വേർതിരിക്കപ്പെട്ടതായ ജാതികളായ ആൾക്കാർ, ഇടതുവശത്തേക്ക് മാറ്റപ്പെട്ടതായ കോലാടുകൾ എന്ന് വിശേഷിപ്പിച്ചതായ ദുഷ്ടജനത്തെ യാതനാ സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോ ഭൂമിയിൽ ഈ 4 കൂട്ടരാണ് ആ സമയത്തുള്ളത്. കർത്താവായ യേശു ക്രിസ്തു, പുതിയ നിയമ മണവാട്ടി സഭ, രക്ഷപ്പെട്ടതായ യഹൂദ ജാതി, പിന്നെ വേർതിരിക്കപ്പെട്ടതായ ജാതികൾ. പ്രൈസ് ദി ലോർഡ്. ഈ 4 കൂട്ടരുടെയും ഉത്തരവാദിത്വങ്ങൾ വെവ്വേറെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ലോകം ഭരിക്കുക എന്നുള്ളതാണ് കർത്താവ് അപ്പോൾ ചെയ്യുവാൻ പോകുന്ന കാര്യം. പുതിയ നിയമസഭയുടെ ഉത്തരവാദിത്വം നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവിനോട് കൂടെ വാഴുവാനാണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വാഴ്ച എന്ന് പറയുമ്പോ രാജ്യങ്ങളുടെ ഭരണാധികാരികളാകാം, സ്റ്റേറ്റുകളുടെ ഭരണാധികാരികളാകാം, ജില്ലകളുടെ ഭരണാധികാരികളാകാം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വാർഡുകളുടെ, പഞ്ചായത്തുകളുടെ, കോർപ്പറേഷനുകളുടെ ഭരണാധികാരികളാകാം, ഡിപ്പാർട്ട്മെന്റൽ ഭരണാധികാരികളാകാം. ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ ജീവിച്ചിരുന്നപ്പോ, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ കർത്താവിന് വേണ്ടി ചെയ്തതായ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ ഔദ്യോഗിക സ്ഥാനത്തിന്റെ വേർതിരിവ് വരുന്നത്. ഭരണം നടത്തുന്നത് മുഴുവനും, അത് ഉയർന്ന ഭരണമായാലും രാജ്യങ്ങളുടെ ഭരണമായാലും സ്ഥാപനങ്ങളുടെ ഭരണമായാലും അല്ല, സ്ഥാപനത്തിനകത്ത് തന്നെയുള്ളതായ ഡിപ്പാർട്ട്മെന്റുകളുടെ തലവന്മാരായാലും ഭരണചക്രം തിരിക്കുന്നത് പുതിയ നിയമസഭയിലെ കാന്തയുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ആരാണ്? കർത്താവിനോടുകൂടെ വാഴുവാനായിട്ടാണ് ഇറങ്ങി വരുന്നത്. അധികാരം മുഴുവനും, അധികാരസ്ഥർ മുഴുവനും ദൈവജനമായ നമ്മളിലാണ് കർത്താവ് വെക്കുവാനായിട്ട് പോകുന്നത്. അപ്പൊ ചോദിക്കും, യഹൂദന്മാർക്ക് അതിന് സ്ഥാനമില്ലേ? നിർഭാഗ്യവശാൽ അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു ഈ വാഴ്ചയുടെ സ്ഥാനം. പക്ഷേ അവർക്ക് ലഭിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ കണ്ണ് കുരുടായി പോയതും അവരുടെ ചെവി കേൾക്കാതെ വണ്ണം അവിടെ ചെവി തടിച്ചു പോയതും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ ഹൃദയം കാഠിന്യപ്പെട്ടു പോയതും കൊണ്ടാണ് അവരെ രക്ഷിപ്പാനായി, അവരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ വന്നതായ മിശിഹാ തമ്പുരാനായ കർത്താവിനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു. അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭരണത്തിന് കീഴിൽ
അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുടെ ഭരണത്തിന് കീഴിലായിരിക്കുന്നതായ ഒരു കൂട്ടം ജനമായിരിക്കും യഹൂദ ജാതി. വലതുവശത്ത് നിൽക്കുന്നതായ പുതിയ നിയമസഭയെ നോക്കി യഹൂദ ജാതി ഒന്നടങ്കം അന്ന് കരയുവാനായിട്ടിടയാകും. എന്താ കരച്ചിലിന് കാരണം എന്തെന്നറിയാമോ? ആ കരച്ചിലിന് കാരണം ഇതാണ്: അയ്യോ, ഇത് ഞങ്ങൾക്ക് വെച്ചിരുന്നതാണല്ലോ, അയ്യോ, ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നല്ലോ, ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടാതിരിക്കത്തക്കവണ്ണം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ മിശിഹായെ തള്ളിക്കളഞ്ഞു പോയല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യപദവി നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നതായ യഹൂദ ജാതിയെ നമുക്ക് ആ സിംഹാസനത്തിന്റെ അടുക്കൽ കാണുവാൻ കഴിയും. അവിടെ നമുക്കുള്ളതായ ഇന്ന് ഈ കേൾക്കുന്നതായ ഇന്ന് ജീവിച്ചിരിക്കുന്നതായ ദൈവജനത്തിന് ഉള്ള ശക്തമായ ഒരു മുന്നറിയിപ്പുണ്ട്. എന്താണ് മുന്നറിയിപ്പ് എന്ന് ഞാൻ പറയട്ടെ. ഇന്ന് കർത്താവിന്റെ വചനം കേട്ടിട്ടും ആ വചനത്തിനനുസരിച്ച് ജീവിക്കാതെ, ആ വചനത്തോട് പ്രതിബദ്ധത കാണിക്കാതെ എങ്ങനെയും ഒന്ന് ജീവിച്ചു പോകാം എന്ന് കരുതി ഇന്ന് ജീവിതം നയിക്കുന്നതായ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ വരവിങ്കിൽ കൈവിടപ്പെട്ടു പോകും. ആ കൈവിടപ്പെട്ടു പോകുന്നവർ എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിന് കീഴിൽ നിന്ന് അവർ രക്ഷപ്പെട്ട അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് സന്തോഷിപ്പാനായിട്ട് വീണ്ടും പറ്റുകയില്ല. കാരണം കൂടെ ആരാധിച്ചവർ, കൂടെ വസിച്ചവർ, കൂടെ ഭക്ഷണം കഴിച്ചവർ, കൂടെ പാടിയവർ, കൂടെ ആനന്ദിച്ചവർ ഒരു കൂട്ടർ ഭരണാധികാരികളായി തീർന്നിരിക്കുമ്പോ മറ്റൊരു ഭാഗത്ത് അവരോട് കൂടെ ആയിരുന്നതായ വേറൊരു കൂട്ടരിത അവരുടെ ഭരണത്തിന് കീഴിൽ സാധാരണ മനുഷ്യരെ പോലെ ആയിരിക്കുന്ന ആ ദുഃഖകരമായ അവസ്ഥ വരുമ്പോ ദുഃഖമല്ലാതെ അല്ലെങ്കിൽ നിരാശയല്ലാതെ മറ്റെന്താ ഉണ്ടാകുക? ആ നിരാശ വരാതിരിക്കണമെങ്കിൽ ഇന്ന് നാം പ്രീകോഷൻ എടുത്തേ മതിയാകുകയുള്ളൂ. നാം കേൾക്കുന്നതായ ദൈവവചനത്തിന്റെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ എന്തു ത്യാഗവും നാം സഹിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ യഹൂദ ജാതിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അടുത്തത്, ഈ ലോകത്ത് ഈ ശേഷിച്ചതായ കർത്താവിന്റെ തേജസ്സിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജനമാണ്. ആ ജനം സാധാരണ ജനങ്ങളെ പോലെ തന്നെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ സാധാരണ ജനത്തെ സംബന്ധിച്ച് ക്രിസ്തു എന്ന മഹാരാജാവിന്റെ കീഴിലെ പ്രജകളായി നമ്മുടെ ഭരണത്തിന് കീഴിൽ അവർ അമർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ളതായ സകല ഉത്തരവാദിത്വങ്ങളും ആരിലായിരിക്കും? നമ്മളിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉദാഹരണത്തിന് ഞാൻ 1-2 ഉദാഹരണം പറയാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ അനില് ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണ്. അപ്പോ ആ സമയത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ വാർഡിൽ അത്യാവശ്യമായി ചില അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ചില വിഷയങ്ങളുണ്ടായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് ഉടനെ അനിലിനെ വിളിച്ചിട്ട് പറയും, അനിലെ വാഷിംഗ്ടൺ വരെ പോയി ഹോസ്പിറ്റലിലെ ആ കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അനിലിനെ ഇടത്തോട്ടോ വലത്തോട്ടോ ചിന്തിക്കേണ്ട കാര്യമില്ല. പാസ്പോർട്ടില്ല, വിസ ഇല്ല, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടത്തില്ല, ടിക്കറ്റ് എടുക്കാൻ താമസിക്കും എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഈ കൽപ്പന കിട്ടുന്ന ആ നിമിഷം പ്രൈസ് ദി ലോർഡ് ദുബായിലിരിക്കുന്നതായ അനിൽ എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത സെക്കൻഡിൽ വാഷിംഗ്ടണിൽ എത്തിക്കഴിയും. കാരണം അനിലിന്റെ ശരീരം എന്ന് പറയുന്നത് രൂപാന്തരപ്പെട്ട ശരീരമാണ്. ഈ രൂപാന്തരപ്പെട്ട ശരീരത്തിന് യാത്ര ചെയ്യുവാൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല, സമയത്തിന്റെ ആവശ്യമില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എത്ര ദൂരം വേണമെങ്കിലും താണ്ടാം. അപ്പോ അടുത്ത നിമിഷം വാഷിംഗ്ടണിൽ ഈ പറഞ്ഞിരിക്കുന്നതായ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് അനിലിനോട് ആരും പറയേണ്ട കാര്യമില്ല. അവിടെ ചെല്ലുന്നതിന് പ്രശ്നം മനസ്സിലാവും.
കാരണം നാം സ്വർഗീയ ശരീരികളായി മാറിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജ്ഞാനം ഭയങ്കരമായ രീതിയിൽ നമ്മുടെ ജ്ഞാനം വികസിക്കും. കാണുന്നതിന് മുമ്പേ കാര്യങ്ങൾ മനസ്സിലാകത്തക്കതായ രീതിയിൽ നമ്മുടെ ജ്ഞാനത്തിന് വ്യത്യാസം വരും. അപ്പൊ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാകും. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, ആ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്നും കൂടെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കാര്യം മനസ്സിലായി അവിടെ ചെന്ന നിമിഷ നേരം കൊണ്ട് കാര്യം ക്രമീകരിച്ച് മടങ്ങി ഇവിടെ എത്തും. അമേരിക്കയിലുള്ളത് ഒരു IT പാർക്കില് പ്രശ്നമുണ്ടായി. ആകപ്പാടെ പ്രോഗ്രാമിങ്ങും എല്ലാം കൂടെ എന്ത് ചെയ്തു, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അപ്പോ കർത്താവ് നോക്കുമ്പോ എവിനിരിക്കുക. കർത്താവ് ഉടനെ പറയും, എവിനെ അവിടെ അവിടെ IT പാർക്ക് ഉണ്ടല്ലോ, അവിടെ ഗുരുതരമായ വിഷയം ഉണ്ടെന്ന് പോയി ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന യഹൂദൻ പറയും, അയ്യോ ഈ കാര്യം ഞാൻ ചെയ്യാമല്ലോ, ഈ കാര്യം എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, അല്ലല്ലല്ല, നിനക്കത് ചെയ്യുവാനുള്ളതായ അധികാരമില്ല. അധികാരം കൊടുത്തിരിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ അധികാരം കൊടുത്തിരിക്കുന്നത്. അവര് തന്നെ ആണ് അത് ക്രമീകരിക്കേണ്ടത്. അതുകൊണ്ട് യവിനോട് പറയും, യവിനെ പോയി ശരിയാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. അവിടെ എത്തി കാര്യങ്ങൾ ക്രമീകരിച്ച നിമിഷ നേരം കൊണ്ട് മടങ്ങി കർത്താവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു. അപ്പോ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ അത് നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ കാര്യം. ഒരു സംസ്ഥാനത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഭരണാധികാരിയാണെങ്കിൽ അവിടുത്തെ സൈന്യത്തിന്റെ ഉത്തരവാദിത്വം ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഒരു രാജ്യത്തിന് എന്തില്ല, സൈന്യമില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, സൈന്യങ്ങളില്ല, യുദ്ധോപകരണങ്ങളില്ല, എല്ലാ വാർ ടൈപ്പ് മെഷീൻസും എല്ലാ വെപ്പൺസും എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്ത് കൃഷി ആയുധങ്ങളാക്കി അങ്ങ് മാറ്റും. അപ്പോ സമാധാനം നിയന്ത്രിക്കേണ്ട ജഡ്ജസിന്റെയോ പോലീസുകാരുടെയോ പട്ടാളത്തിന്റെയോ ആവശ്യമില്ല. എല്ലാവരും നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെടും, എല്ലാവരും കാർഷിക വൃത്തികളിൽ ഏർപ്പെടും, എല്ലാവരും പ്രൊഡക്ടിവിറ്റിയിലേക്ക് തിരിയും. നശീകരണത്തിലേക്ക് ആരുടെയും മനസ്സ് പോകുകയില്ല. ഭൂമിയിൽ നശീകരണം എന്നുള്ളതായ ഒരു കാര്യമേ ഉണ്ടാകുകയില്ല. എല്ലാ വാർ വെപ്പൺസും കൃഷി ആയുധങ്ങളായി മാറ്റപ്പെടുകയും എല്ലാവരും കൃഷിയിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും തിരിയുന്നത് കൊണ്ട് ഓരോ വസ്തുക്കളുടെയും പ്രൊഡക്ഷൻ ഇന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അനേകമായി വർദ്ധിക്കുമെന്ന് മാത്രമല്ല, എല്ലാ കാർഷിക വിഭവങ്ങളും 100 മേനിയായിട്ട് അതത് സസ്യങ്ങൾ, അതത് വൃക്ഷങ്ങൾ ഫലം കൊടുക്കുന്നത് കൊണ്ട് സകല ആഹാര പദാർത്ഥങ്ങളും സർപ്ലസ് ആയിരിക്കും. മാത്രമല്ല അന്ന് രോഗമുണ്ടായിരിക്കുകയില്ല. രോഗത്തിന് കാരണമായിരിക്കുന്നതായ പാപമോ രോഗത്തിന് കാരണമായിരിക്കുന്നതായ സാത്താനോ അന്നെവിടില്ല, അന്ന് ഭൂമിയിലില്ല. അതുകൊണ്ട് സാത്താൻ മൂലവും പാപം മൂലവും വരാൻ സാധ്യതയുള്ളതായ ഒരു രോഗവും മനുഷ്യന്റെ മേൽ കാണുകയില്ല. മാത്രമല്ല ഇന്നുള്ളതായ ഈ ദ്രവത്വമുണ്ടല്ലോ, 30 വയസ്സാകുമ്പോ ക്ഷീണിച്ചു തുടങ്ങുന്ന, 50 വയസ്സാകുമ്പോ ബലഹീനരാകുന്ന, അല്ലെങ്കിൽ 80 വയസ്സാകുമ്പോ വൃദ്ധരായി പോകുന്നതായ ആ ദ്രവത്വമുണ്ടല്ലോ, ആ ദ്രവത്വം അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ കാണുകയില്ല. അപ്പോ മനുഷ്യന്റെ ദീർഘായുസായി മാറും. ആദമിന്റെ കാലത്ത് ഉണ്ടായിരുന്നതായ ആയുസ് പോലെ സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യക്തികൾ സഹസ്രാബ്ദ വാഴ്ചയുടെ ഒടുവിൽ കാണത്തക്ക വിധത്തിൽ ആയുസ് വലുതാകുക മാത്രമല്ല, ഭൂമിയിലുള്ള ദൈവമക്കളായ നമ്മൾ ഒഴികെ
ബാക്കി എല്ലാവരും മനുഷ്യ ശരീരത്തിലും മാനുഷിക മാംസവും രക്തവുമുള്ള ശരീരത്തോടു കൂടി ആയിരിക്കുന്നത് കൊണ്ട് ശരീരത്തിന്റെ ധർമാദികളായ ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായ പ്രക്രിയ എല്ലാ ജന്തുക്കളിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മരണമില്ലാത്തതായ ഒരവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ജനനം അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ജനനം നടന്നുകൊണ്ടിരിക്കും. ജനസംഖ്യ വളരെ വേഗത്തിൽ വർദ്ധിക്കും. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭൂമി മുഴുവനും ഫലഭൂയിഷ്ടമായി തീരുന്നത് കൊണ്ട് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ക്ഷാമമാകട്ടെ, ക്ലേശങ്ങളാകട്ടെ, വിലക്കയറ്റമാകട്ടെ ഒന്നും ഉണ്ടാകുകയില്ല. ക്ഷേമത്തോടുകൂടെ ഈ 1000 വർഷം ഭൂമി സ്വർഗതുല്യമായി അല്ലെങ്കിൽ സ്വർഗരാജ്യമായി തീരുവാനിടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പദ്ധതിയുടെ ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് അനാഡമിക് വേൾഡിലെ എന്താണോ ദൈവം ഉദ്ദേശിച്ചത് ആ ആദമിക് വേൾഡ് അതുപോലെ സഹസ്രാബ്ദ വാഴ്ചയിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് 1000 വർഷത്തെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ 1000 വർഷത്തിന് ശേഷം മാത്രമേ അടുത്ത 15ാമത്തെ വിഷയത്തിലേക്ക് പോകുകയുള്ളൂ. നമ്മൾ ഇതുവരെ ഈ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് എൻഡ് ടൈം പ്രൊഫസിയുടെ 14ാമത്തെ വിഷയമാണ്. 14ാമത്തെ വിഷയമായ ഈ മില്ലീനിയം റെയിൻ അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ ദൈർഘ്യം 1000 വർഷമായിരിക്കും. ഭരണാധികാരികൾ നമ്മളായിരിക്കും. ഭരിക്കപ്പെടുന്നവർ ലോക ജനതയിൽ യഹൂദന്മാരുൾപ്പെടെ മറ്റ് ജാതികളുടെ വലിയ കൂട്ടത്തെ നാം ഭരിക്കും. കർത്താവായിരിക്കും ഏക ചക്രവർത്തി. ആ ചക്രവർത്തിയുടെ കീഴിലുള്ളതായ ഭരണ സഹായികളായിരിക്കും പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ നാം ഓരോരുത്തരും. സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചുള്ളതായ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു സംശയമില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കാരണം ആരും ഇനി ചോദിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്രത്തോളം ധൈര്യമായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ തൊട്ടു മുമ്പ് കഴിഞ്ഞത് 6ാമത്തെ ന്യായാസനമാണെന്ന് ഞാൻ പറഞ്ഞു. ഏത്? തേജസ്സിന്റെ സിംഹാസനം ഭൂമിയിൽ വെച്ച് ജാതികളെ 2ആയി തിരിച്ച് ചെമ്മരിയാടുകളായും കോലാടുകളായും മാറ്റപ്പെടുന്നതായ സിംഹാസനം 6ാമത്തെ സിംഹാസനമാണെന്ന് ഞാൻ പറഞ്ഞു. 6ാമത്തെ സിംഹാസനത്തിന് മുമ്പ് ഉണ്ടായതായ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതായ 5 സിംഹാസനങ്ങളും കൂടെ മനസ്സിലാക്കിയതിനു ശേഷം പ്രൈസ് ദി ലോർഡ് നാം 7ാമത്തെ ന്യായാസനത്തിലേക്ക് വളരെ വേഗം മനസ്സിലാക്കുവാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 7ാമത്തെ ന്യായാസനവും നാമുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം കൂടെ നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 7ാമത്തെ ന്യായാസനം ഏതാന്നുള്ള കാര്യം ബാക്കി 5 പഠിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1ാമത്തെ ന്യായാസനത്തിലേക്ക് വേദപുസ്തകത്തിലെ 7 ന്യായവിധികൾ അല്ലെങ്കിൽ 7 ന്യായാസനങ്ങൾ എന്നുള്ളതായ വിഷയത്തിലുള്ളതായ ബന്ധത്തിൽ 1ാമത്തെ ന്യായവിധി അല്ലെങ്കിൽ 1ാമത്തെ ന്യായാസനം എന്താണ്, എവിടെയാണ്, ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നിന്റെ റെഫറൻസ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോകുവാൻ വേണ്ടി മാത്രമാണ് അത് ശ്രമിക്കുന്നത്. 1ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് അത് സാത്താനെയും അവന്റെ വീണുപോയ ദൂതന്മാർക്കുമുള്ളതായ ന്യായവിധിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായവിധിയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഭൂതകാല ന്യായവിധി 3 എന്ന് ഓർക്കണം. ഭൂതകാല ന്യായവിധി 3 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ന്യായവിധി 3. പ്രൈസ് ദി ലോർഡ്. അതിൽ 1ാമത്തതാണ് സാത്താനും
വീണുപോയതായ ദൂതന്മാർ. ഇത് എപ്പോഴാണ്, എന്തുകൊണ്ട്, ആർക്ക് സംഭവിച്ചു എന്നും എന്താണ് അതുമൂലം വന്നതായ ന്യായവിധിയുടെ ഗൗരവം എന്താണെന്നും മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചതായ, അല്ലെങ്കിൽ ആദമിനെയും ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ്, നമുക്കറിയത്തില്ല എത്ര വർഷങ്ങളായെന്ന്, ഒരുപക്ഷെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരിക്കാം, അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. നമുക്കറിയാം, ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഏഞ്ചലിക് വേൾഡ് എന്ന് പറയുന്നതായ ഒരു വലിയ വിഷയമാണ് വേദപുസ്തകത്തിലെ ഏഞ്ചലിക് വേൾഡ് എന്ന് പറയുന്നത്. ആ ഏഞ്ചലിക് വേൾഡിൽ ദൈവം സൃഷ്ടിച്ചതായ ദൂതന്മാരുടെ അനേക കാറ്റഗറികളുണ്ട്. ഓരോ ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉത്തരവാദിത്വങ്ങൾ ദൈവം നൽകിയിരുന്നു ദൂതന്മാർക്ക്. അതിലൊരു കൂട്ടരാണ് പ്രൈസ് ദി ലോർഡ് യുദ്ധങ്ങൾ ചെയ്യുന്നതായ ദൂതന്മാർ. അവരുടെ തലവനാണ് നാം അറിയുന്നത് പോലെ മിഖായേൽ എന്ന് പറയുന്ന പ്രധാന ദൂതൻ. അത് ഒരു കൂട്ടം ദൂതന്മാരാണ്. യുദ്ധങ്ങൾ ചെയ്യുവാനായിട്ട് നിയമിക്കപ്പെട്ടതായ ഒരു കൂട്ടം ദൂതന്മാർ. മറ്റൊരു കൂട്ടരുണ്ട്, ദൈവം പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ രഥം ചുമക്കുന്നതായ കെരൂബുകൾ എന്ന് പറയുന്നതായ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. അവരെ കുറിച്ചുള്ളതായ വിവരണം നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ രഥത്തിന്റെ കൂടെ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നതായ ദൂതന്മാരുണ്ട്. ഇനി ദൈവം കൊടുക്കുന്നതായ ദൂതുകൾ വിവിധ ഇടങ്ങളിൽ വിവിധ ആൾക്കാരുടെ അടുക്കലേക്ക് എത്തിക്കുന്നതായ ദൂതുവാഹികളായ അഥവാ മെസഞ്ചേഴ്സ് ആയിരിക്കുന്ന ദൂതന്മാരുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് മനുഷ്യർക്ക് ഉള്ളതായ ദൂതുകൾ തന്റെ സൃഷ്ടിയോടുള്ളതായ ബന്ധത്തിൽ അവർക്ക് കൈമാറ്റം ചെയ്യേണ്ടതായ ദൂതുകളെ കൊണ്ടുകൊടുക്കുന്നതായ ഒരു കൂട്ടം ദൂതന്മാർ. അവരുടെ തലവനെ നമുക്കറിയാം, ഗബ്രിയേലാണ്. ഗബ്രിയേൽ ദൂതന്മാരുടെ തലവനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊന്ന് സെറാഫുകളാണ്. സെറാഫുകളുടെ വിവരണം നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 6 ചിറകുള്ളതാണ്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആർത്തുകൊണ്ടിരിക്കുന്നതായ ഒരു കൂട്ടം ദൂതന്മാർ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതായ ദൂതന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തെ ആരാധിപ്പാനായി ദൈവം ഒരു കൂട്ടരെ പ്രൈസ് ദി ലോർഡ് അതിനു വേണ്ടി നിയമിച്ചാക്കി. ആ നിയമിച്ചാക്കിയതായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നിയമിച്ചാക്കിയതായ ദൂതസഞ്ചയത്തിന്റെ തലവനാണ് നാം യെശയ്യാവിന്റെ പുസ്തകത്തിലും യെഹെസ്കേലിന്റെ പുസ്തകത്തിലും വായിക്കുന്നതായ ലൂസിഫർ എന്ന് പറയുന്നതായ ദൈവത്തിന്റെ ശ്രേഷ്ഠനായ ദൂതൻ. പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന നമുക്ക് ഞാൻ പല പ്രാവശ്യം മുമ്പ് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിപ്പാനായി ശ്രേഷ്ഠമായ രീതിയിൽ ജ്ഞാനിയായി പ്രൈസ് ദി ലോർഡ് ദൈവം അവനെ സൃഷ്ടിച്ചതാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നു, വ്യാപാരത്തിന്റെ പെരുപ്പം കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ ഹൃദയം നിഗളിക്കുവാനിടയായി. അവന്റെ ഹൃദയം നിഗളിച്ചപ്പോ അത് ഏത് കാലമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ അതിന്റെ എത്ര കാലത്തിന് മുമ്പാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമാണ്. കാരണം നമ്മളത് മനസ്സിലാക്കേണ്ടാത്തതായ വിഷയമായതുകൊണ്ട് വർഷങ്ങളോ കാലക്കണക്കുകളോ ഒന്നും പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രം നമുക്കതിൽ നിന്ന് ആ കാലത്തെ കുറിച്ച് മനസ്സിലാക്കാം. അത് കഴിഞ്ഞുപോയ ഏതോ ഒരു കാലത്തിലാണ്, അല്ലെങ്കിൽ അത് ഭൂതകാലത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഭൂതകാലത്തിൽ ലൂസിഫറിന് വേണ്ടി സൃഷ്ടിച്ചതായ ഇടത്ത് ലൂസിഫറിനെ ആക്കി
ദൈവത്തെ ആരാധിപ്പാനുള്ളതായ ആ ക്രമീകരണമെല്ലാം അവന് കൊടുത്ത്, അതിന്റെ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ച്, അതിന്റെ അധികാരവും അവനെ ഏൽപ്പിച്ച്, അവനങ്ങനെ ആ അധികാരത്തോടുകൂടെ വാണരുളുമ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത കടന്നു വരുവാനായിട്ടിടയായി. ചിന്ത കടന്നു വരുവാൻ കാരണം നമ്മൾ വായിക്കുന്നത് പോലെ വ്യാപാരത്തിന്റെ ബഹുത്വം കൊണ്ട് അവന്റെ ഹൃദയം നിഗളിച്ചു. വ്യാപാരത്തിന്റെ ബഹുത്വം എന്നാൽ എന്താ അതിന്റെ അർത്ഥം? അവന് കൊടുത്തിരുന്നതായ ആ ബിസിനസിന്റെ ഇൻക്രീസിങ് ക്വാണ്ടിറ്റി കൊണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ടതായ ദൂതനായതുകൊണ്ട് ദൈവം ചെയ്യുന്നതായ സകല കാര്യങ്ങളും അവനും കൂടെ അറിഞ്ഞു ചെയ്യുവാനാണ് ദൈവം ഇഷ്ടപ്പെട്ടത്. കാരണം ദൈവം തന്റെ സൃഷ്ടികളെ അറിയിക്കാതെ ഒന്നും രഹസ്യമായി ചെയ്യുന്ന സ്വഭാവക്കാരനല്ല. കർത്താവിനൊന്നും രഹസ്യമായി ചെയ്യുവാൻ താല്പര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. രഹസ്യമായി വെക്കേണ്ടതും മാത്രം രഹസ്യമായി വെക്കുകയും ബാക്കിയുള്ളത് എപ്പോഴും തന്നെ സൃഷ്ടികളുമായി ഞാൻ വിവരങ്ങൾ പങ്കിട്ടാണ് ചെയ്തത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം തന്റെ ഭക്തന്മാരോട് പറയാതെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയാണ് പ്രവാചകന്മാരെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പോകട്ടെ. അപ്പോ ഈ ലൂസിഫറിനോട് ദൈവം തന്റെ സകല കാര്യങ്ങളും ചെയ്യുവാൻ പോകുന്നതായ സകല കാര്യങ്ങളും പറയുന്നത് കൊണ്ട് അവന്റെ ഹൃദയം നിഗളിക്കുവാനിടയായി. ഞാൻ അറിയാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല, ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള നിലയിലേക്ക് അവന്റെ ഹൃദയം ഉയർന്നു. പ്രൈസ് ദി ലോർഡ്. ക്രമേണ അവൻ വിചാരിച്ചു, ഞാൻ എന്റെ സിംഹാസനത്തെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ തുല്യമായ സിംഹാസനം വെക്കും. ഞാൻ അത്യുന്നതിന് മീതെ വാണരുളും. ദൈവത്തോടൊപ്പമാകുക എന്ന് മാത്രമല്ല, ആ സിംഹാസനത്തിനു മീതെ എന്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞ് അവന് ഹൃദയത്തിൽ ഒരു നിഗളം കടന്നു വരുവാനായിട്ട് തീർന്നു. ഈ ഭാഗം നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലും യെഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിലും വായിപ്പാനായിട്ടേ കഴിയും. നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ റെഫറൻസ് ഒന്ന് എഴുതി വെച്ചിട്ട് സൗകര്യം പോലെ നിങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ലൂസിഫർ ആ സ്ഥലത്ത് അങ്ങനെ ആയിരിക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ നിഗളം വരുവാനായിട്ടിടയായി. അപ്പോ എന്താ സംഭവിച്ചത്? ആ നിഗളം വന്നു കഴിഞ്ഞപ്പോ സ്വർഗത്തിൽ വസിക്കുന്നതായ ദൈവത്തിന് കാര്യം മനസ്സിലായി. അവൻ പാപം ചെയ്തതുകൊണ്ട്, ദൈവവുമായിട്ട് അവൻ മത്സരിപ്പാൻ തീരുമാനിച്ചത് കൊണ്ട്, അവന്റെ ഹൃദയം നിഗളിച്ചത് കൊണ്ട്, സ്വർഗം അശുദ്ധമാക്കിയത് കൊണ്ട് അവനെ ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഇതാണ് ശത്രുവിന് അല്ലെങ്കിൽ സാത്താന് സംഭവിച്ചതായ ന്യായവിധി. ഒന്നാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് സാത്താന് നൽകിയതായ ന്യായവിധിയ. ന്യായം വിധിച്ചിട്ടേ ഉള്ളൂ, ശിക്ഷ നടപ്പാക്കിയിട്ടില്ല. മനസ്സിലാക്കണം. ന്യായം വിധിച്ചു, അവന്റെ വിധി ഇന്നതാണെന്ന് വിധിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തായിട്ടില്ല? നടപ്പാക്കിയിട്ടില്ല. നമുക്കിന്നറിയാം, പ്രൈസ് ദി ലോർഡ്, ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായ അനേക കുറ്റവാളികളുണ്ട്. അവരെ വധശിക്ഷയ്ക്ക് എന്ത് ചെയ്തിരിക്കുക? വിധിച്ചിരിക്കുക. പക്ഷേ ഇതുവരെ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. സബ് ജയിലിൽ സൂക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ ജയിലിൽ സൂക്ഷിച്ചിരിക്കുക. ഇത് നടപ്പാക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നതുപോലെ പിശാചിന് ന്യായവിധി കൽപ്പിച്ച് അവനെ അവന്റെ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു, അവന്റെ അധികാരത്തിൽ നിന്ന് അവനെ നീക്കിക്കളഞ്ഞു. അവൻ ഉണ്ടായിരുന്നതായ മഹത്വം ദൈവം എടുത്തു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവന്റെ ദൈവത്തിന്റെ ശത്രുവായിട്ട് അവൻ മാറ്റപ്പെട്ടു. അപ്പൊ ഒന്നാമത്തെ ന്യായവിധി ദൂതന്മാർക്ക് സംഭവിച്ചതായ ന്യായവിധിയാണ്. കാരണം എന്താണ്? അവർ പാപം ചെയ്തത് കൊണ്ട് അവർക്ക് വന്നതായ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നാ സംഭവിച്ചത്? ഭൂതകാലത്തിൽ സംഭവിച്ചതായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് ഞാൻ ഒന്നാമത്തെ ന്യായവിധി അവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ന്യായവിധി ആർക്ക് വേണ്ടിയാണ്? പ്രൈസ് ദി ലോർഡ്. അതിന് നാം ഏദനിലേക്ക് കടന്നു വരണം, ഏദൻ തോട്ടത്തിലേക്ക് വരണം. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് രണ്ടാമത്തെ ന്യായവിധി ഉണ്ടാകുന്നത്.
നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ക്രമമല്ലാതിരുന്നതായ ഭൂമിയെ 10 കൽപ്പനകൾ നൽകി ഭൂമിയെ അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ കൊണ്ടുവരുവാനായിട്ടിടയായി. ദൈവം ഒരു ക്രമം വെച്ചു. പ്രൈസ്. എന്നിട്ട് ആ ക്രമീകൃതമായ ഭൂമിയെ അടക്കി വാഴുവാനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിട്ട് 2 കൽപ്പനകൾ അവന് കൊടുത്തു. അവന് കൊടുത്തതായ കൽപ്പനകൾ: 1, തോട്ടത്തിൽ വേല ചെയ്യണം; 2, തോട്ടം സൂക്ഷിക്കണം. ഈ 2 കൽപ്പനകളും വ്യക്തമായി അവന് കൊടുത്തിരിക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? ആ കൽപ്പനകളെ ഉദാസീനതയോടുകൂടെ കൈകാര്യം ചെയ്തു. ആ കൽപ്പന അവർ ഗൗരവമായിട്ടെടുത്തില്ല. ഗൗരവമായിട്ടെടുക്കാത്തത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, അതിൽ 2 കൽപ്പനയിൽ 1 കൽപ്പന അനുസരിപ്പാനും 1 കൽപ്പന അത് പ്രൈസ് ദി ലോർഡ് അനുസരണക്കേട് കാണിപ്പാനും ഇടയായി. ഏതാ അനുസരണത്തിന് കീഴിൽ വന്നത്? തോട്ടത്തിൽ വേല ചെയ്യുവാനായിട്ട് പറഞ്ഞത് ഒരുപക്ഷെ അവർ വേല ചെയ്യുമായിരിക്കാം. അതിനെ കുറിച്ച് വേല ചെയ്തില്ല എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തീരുമാനിക്കാം, ചിന്തിക്കാം, അവര് വേല ചെയ്തു എന്നുള്ളത് ശരിയാ. പക്ഷേ 2ാമത്തെ കൽപ്പന തോട്ടം സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. തോട്ടം സൂക്ഷിച്ചില്ല. കാരണം തോട്ടം സൂക്ഷിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ടോ? തോട്ടം സൂക്ഷിക്കാത്തതിന്റെ ഫലം എഴുതിയിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? അനുമതിയില്ലാത്തവൻ, തോട്ടത്തിൽ കടക്കുവാനായിട്ട് പെർമിഷൻ ഇല്ലാത്തവൻ, ദൈവത്തിന്റെ ശത്രുവായവൻ സാത്താൻ എന്ത് ചെയ്തു? തോട്ടത്തിലേക്ക് കടക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. തോട്ടം കാപ്പാനായിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു. മനുഷ്യൻ തോട്ടം വിജിലന്റായിട്ട് അത് സൂക്ഷിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ കാവൽ ചെയ്തിരുന്നു എങ്കിൽ, സാത്താൻ ഉള്ളിലേക്ക് കടക്കുമ്പോ ആദമും ഹവ്വയും അറിയുമായിരുന്നു. പക്ഷേ ഇതറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവരോട് നിത്യസമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്നതായ പാമ്പിലേക്ക് ഈ സാത്താൻ കടന്നു വന്നു. പാമ്പുമായിട്ടുള്ളതായ സംഭാഷണം, അത് സാത്താനാണ് സംസാരിക്കുന്നത് എന്ന് അവരറിയാതെ അവിടെ ഒരു ഡിസെപ്ഷൻ നടക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അതിനോട് ചേർന്ന് ഒരു ദൂതും കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. തോട്ടം സൂക്ഷിപ്പാനായിട്ടാണ് ദൈവം ആദാമിനോട് പറഞ്ഞത്. ആദാം എന്ത് ചെയ്തില്ല? ആ കൽപ്പന ഗൗരവമായിട്ടെടുത്തില്ല. ആ കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തത് മൂലം വരുന്നതായ ദോഷം എന്തായിരിക്കുമെന്ന് അവന്റെ ബുദ്ധിയിൽ അത് മനസ്സിലാക്കിയില്ല. ആ കൽപ്പന അവൻ അവഗണിച്ചത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, അവന്റെ തോട്ടത്തിലേക്ക് അരുതാത്തവൻ കടന്നു വന്നു. അതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ തോട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1ാമത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. 5 വാതിലുകൾ പിടിപ്പിച്ച് ദൈവം ആ തോട്ടം നമ്മെ ആക്കിയിരിക്കുകയാണ്. ആ തോട്ടം സൂക്ഷിക്കണം. ഈ വാതിലുകൾ കൂടി ഒന്നും ദുഷ്ടൻ അകത്ത് കടന്നു വരുവാൻ പാടില്ല. ദൈവം പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകൾ അതാത് സമയത്ത് ചെയ്യേണ്ടതുപോലെ, അനുഷ്ഠിക്കേണ്ടതുപോലെ, അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലുമൊക്കെ വാതിലിൽ കൂടെ ദുഷ്ടനായ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കടക്കും. 1ാമത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ശരീരമാകുന്ന തോട്ടമാണ്. 2ാമത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബമാകുന്ന തോട്ടമാണ്. കുടുംബത്തെ സൂക്ഷിക്കുവാനും കുടുംബത്തെ പരിപാലിക്കുവാനും കുടുംബത്തിന് വേണ്ടി വേല ചെയ്യുവാനും ദൈവം പുരുഷനെയാണ് ആക്കി വച്ചിരിക്കുന്നത്. അവന്റെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യണം. അധ്വാനിക്കുന്നു മാത്രം പോരാ, തോട്ടം സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. തോട്ടം സൂക്ഷിക്കാതെ അധ്വാനം കൊണ്ട് മാത്രം ഇരുന്നാൽ തോട്ടത്തിനകത്ത് ആകരുതാത്തവൻ കയറുവാനിടയായി. ഭവനത്തിനകത്തേക്ക് ദുഷ്ടന്റെ സ്വഭാവങ്ങൾ കയറും, ദുഷ്ടന്റെ പ്രവൃത്തികൾ കയറും, ദുഷ്ടന്റെ ഇടപാടുകൾ കയറും, അവന്റെ കവർച്ച കടന്നു വരും, അവന്റെ കൊള്ള കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹാലി. നഷ്ടപ്പെടേണ്ടത് പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. അതുകൊണ്ട് നമ്മുടെ കുടുംബം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. 3ാമത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്. ഓരോരുത്തരും കൂടി വരുന്നതായ സഭ അവരുടെ സഭയാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ തോട്ടമാണ്.
അതിനൊരു ശുശ്രൂഷകനുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശുശ്രൂഷകനുള്ളപ്പോൾ തന്നെ അതിനകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നതായ എല്ലാവരും തോട്ടം സൂക്ഷിപ്പുകാരാണ്. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോ യെരൂശലേമിന്റെ മതിൽ പണിയേണ്ടതിന് നെഹമ്യാവ് തീരുമാനിച്ചു. നെഹമ്യാവ് ഒറ്റയ്ക്കല്ല പണിതത്. നെഹമ്യാവ് പണി തുടങ്ങി. പ്രൈസല്ലോ, അവരവരുടെ ഭവനത്തിന്റെ മുമ്പിലെ മതിലിന്റെ അറ്റകുറ്റം അവരവരാണ് തീർത്തത്. നമുക്കത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ആ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ആ പട്ടണത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ അനേകം എന്ത് ചെയ്തു? ഹല്ലേലൂയ, ദിനരാത്രങ്ങൾ അധ്വാനിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. അടുത്ത മനുഷ്യന്റെ വീട്ടിലെ ഭിത്തി എങ്ങനെയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവരവരുടെ വീട്ടിന്റെ മുമ്പിലെ ഭിത്തി അതിന്റെ അറ്റകുറ്റങ്ങൾ കണ്ടുപിടിച്ച് അറ്റകുറ്റം തീർത്ത് ആ മതിൽ പണി ക്ലിയർ ചെയ്യുമ്പോ പട്ടണത്തിന്റെ മതിൽ ക്ലിയറായി പണിയപ്പെടുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒരു കുടുംബം തങ്ങളുടെ വീടിന്റെ ഭിത്തി അല്ലെങ്കിൽ ആ മതിൽ പണിയാതിരുന്നാൽ ആ വിടവിൽ കൂടെ കയറണ്ടാത്തവനകത്ത് കടക്കുവാനിടയാകും. ഇത് സഭയോടുള്ളതായ ദൂതായിരിക്കുമ്പോൾ തന്നെ നമ്മോട് ഓരോരുത്തരോടും ഉള്ളതായ ദൂതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ രണ്ടാമത്തെ ന്യായവിധിക്ക് കാരണം, ന്യായവിധി ആർക്കാ വന്നത്? ന്യായവിധി വരുവാനായിട്ട് കാരണം ആദമിനാണ്. ആദമിനോട് പറഞ്ഞതായ കൽപ്പന ആദം അവഗണിച്ചു. ഫലം എന്ത് ചെയ്തു? സാത്താനകത്ത് കയറി. ആദം വഞ്ചിക്കപ്പെട്ടു. ആദം പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെയും ന്യായവിധിക്ക് കാരണം പാപമാണ്. ന്യായവിധിക്ക് കാരണം പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? യഹോവയായ ദൈവം ആദമിനെ വിളിച്ചു. എന്നിട്ട് ആദമിന്റെ പാപം ഓർപ്പിച്ചു. ആദമിന്റെ പാപം ഓർപ്പിച്ചിട്ട് ആ പാപത്തിന് ആദമിന് ന്യായവിധി കൽപ്പിപ്പാനിടയായി. എന്താണ് ദൈവം വിധിച്ചതായ വിധി? ആജീവനാന്തം ദൈവത്തോടുകൂടെ ഏദനിൽ പാർക്കുവാൻ, ഏദനിൽ പാർക്കുവാൻ നിയമിച്ചാക്കിയതായ ആദമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ആ തോട്ടത്തിന്റെ വാതിൽ കാവൽ വെച്ച് അവൻ സൂക്ഷിപ്പാനിടയായി. കറങ്ങിക്കൊണ്ടിരിക്കുന്നതായ വാള് പിടിച്ചതായ കെരൂബുകളെ തോട്ടത്തിന്റെ വാതിൽ കാവൽ നിർത്തി ഇനിയും ആ മനുഷ്യൻ തിരിച്ചു കയറരുത് എന്നുള്ളതായ താക്കീതോടുകൂടെ. ഇതാണ് ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് ന്യായവിധി വന്നത്? ദൈവം ഏറ്റവും ശ്രേഷ്ഠമായി തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചതായ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുവാനിടയായി. കാരണം മനുഷ്യൻ ചെയ്തതായ പാപം എവിടെ വെച്ച്? ഏദനിൽ വെച്ച്. എന്ന് പ്രൈസ് ദി ലോർഡ് ആദാമിയ എയ്ഡമിക് വേൾഡിലാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് ശേഷമാണ്. അപ്പോ ന്യായവിധിക്ക് കാരണം അനുസരണക്കേടെന്ന് പറയുന്ന പാപം. സമയമെന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിയുടെ ശേഷം. സ്ഥലമെന്ന് പറയുന്നത് ഏദൻ തോട്ടം. അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന. ഫലം എന്ന് പറയുന്നത് അവന് ലഭിച്ചതായ മരണം. ആത്മീയ മരണമല്ല എന്ന് നിശ്ചയമായി നിങ്ങൾ ഓർക്കണമേ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളത് പഠിച്ചതാണ്. ആത്മീയ മരണമല്ല, അവന്റെ ശരീരത്തിന്റെ മേൽ മോർട്ടൽ ബോഡിയായി അവൻ മാറ്റപ്പെടുവാനിടയായി. അതുവരെ മോർട്ടൽ ബോഡി അല്ലായിരുന്നു. പാപത്തിന് അവൻ കീഴ്പ്പെട്ട് കഴിഞ്ഞപ്പോ അവന്റെ ശരീരം മോർട്ടൽ ബോഡിയായിട്ട് മാറ്റപ്പെട്ടു. അവന്റെ ശരീരത്തിന്റെ മേൽ മരണം
ആ നിമിഷം വസിപ്പാനിടയായി. ക്രമേണ അവന്റെ ശരീരത്തെ മരണം കാർന്നു തിന്നു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. തേജസ്സിന്റെ ഇരിപ്പിടം ആയിരുന്നത് കൊണ്ട് ഒരുപക്ഷെ ആ മരണം കാർന്നു തിന്നുവാൻ ഒത്തിരി സമയമെടുത്തു. പക്ഷെ ഇന്നോ നമ്മുടെ ശരീരത്തെ മരണത്തിന് എപ്പോ വേണമെങ്കിലും തിന്നു തീർക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും. അത്രത്തോളം പാപത്തിന്റെ കൂമ്പാരമാണ് മനുഷ്യന്റെ ശരീരം. ദ്രവത്വം എപ്പോഴും അവനെ ബാധിക്കാം. അതിന്റെ പൂർണ്ണതയിലും ഭാഗികമായും എപ്പോ വേണമെങ്കിലും ബാധിക്കാം. അതാണ് മനുഷ്യന് സംഭവിച്ചതായ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. അപ്പോ രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് അതാണ്. ഇനി മൂന്നാമത്തെ ന്യായവിധി എന്ന് പറയുന്നത്, അത് തീർക്കുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായ ഒരു ന്യായവിധിയാണ്. ആ ന്യായവിധിയെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം പഠിക്കുന്നതായ ചിന്തിക്കുന്നതായ വേദഭാഗത്തെ ആ വിഷയം സംബന്ധിച്ചോ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് അറിയേണ്ടതായ ആത്മീയ വിഷയം ഏതിനെ കുറിച്ചാണെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ചോദിക്കുവാനുള്ള പെർമിഷൻ നിങ്ങൾക്കുണ്ട്. പഠിക്കുവാനുള്ളതായ താല്പര്യമുണ്ട് എങ്കിൽ ദൈവമാനുള്ളതായ മുഖാന്തരം ഒരുക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.